നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് കേട്ടോ. ബാങ്കിങ് ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ, ബാങ്കിങ് ഇടപാടുകൾ വരുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നൗ എ ഡേയ്സ് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക് അല്ലേ. ദ ബിസിനസ് ജനറലി എ സ്മോൾ സം ഓഫ് മണി വിത്ത് ഇറ്റ് സെൽഫ് ഫോർ ഇമ്മീഡിയറ്റ് യൂസ് ആൻഡ് ഡെപ്പോസിറ്റ് ദ റെസ്റ്റ് ഇൻ ബാങ്ക്. എവരി ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ആസ് ഗുഡ് ആസ് മണി ഓൺ ഹാൻഡ്. അതായത് ഏതൊരു ബിസിനസ്സിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബന്ധമാണ് ആരുമായിട്ടുള്ളത്, ബാങ്ക് എന്ന സ്ഥാപനവുമായിട്ട് ഉള്ളത്. ഏതൊരു ബിസിനസ്സിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബന്ധം അല്ലേ, ബാങ്കും ബിസിനസ്സും തമ്മിലൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. ബിസിനസ്സിൻ്റെ എല്ലാ ഇടപാടുകളും ബാങ്ക് വഴിയാണ് മിക്കവാറും നടക്കുക. പിന്നെ വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് ക്യാഷ് മാത്രമേ ബിസിനസ് കയ്യിൽ സൂക്ഷിക്കുകയുള്ളൂ, ബാക്കിയൊക്കെ ബാങ്കിലായിരിക്കും. ബാങ്ക് വഴിയാണ് അവരുടെ ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ബിസിനസ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ. ബിസിനസ്സിൻ്റെ പണം വരുന്നതും പോകുന്നതും ബാങ്ക് വഴിയാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ, ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വെൻ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് ബാങ്കിൽ കൊടുക്കുമ്പോൾ, ബിസിനസ് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡെബിറ്റ് ആയിട്ട് വരുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. അതിൻ്റെ റീസൺ എന്താണ്? അത് ഡെബിറ്റ് ആവാനുള്ള കാരണം ബാങ്ക് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ അസറ്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു അല്ലേ. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയാണല്ലോ ചെയ്യുന്നത്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയിട്ട് ബാങ്കിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്തു. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ്, ബാങ്ക് എന്ന അസറ്റ് ഇൻക്രീസ്. ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആണ് പോകുന്നത്, അപ്പോൾ ക്യാഷ് എന്ന അസറ്റ് ഡിക്രീസ്. അപ്പോൾ ബാങ്ക് ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തതുകൊണ്ട്, കുറഞ്ഞതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് പണം ബാങ്കിലേക്ക് അടയ്ക്കുമ്പോൾ, ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ കയ്യിലുള്ള പൈസ ബാങ്കിലേക്ക് അടയ്ക്കുമ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ് വരിക. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ്, ബാങ്കിൽ പണം കൂടുകയാണ്, അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, ബാങ്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവിടെ ബിസിനസ് സ്ഥാപനത്തിലുള്ള ക്യാഷ് കുറയുന്നു, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് ബാങ്കിലേക്ക് പോകുന്നു. ഇവിടെയുള്ള രണ്ട് ഘടകങ്ങൾ, ഒന്ന് ബാങ്കും രണ്ട് ക്യാഷുമാണ് അല്ലേ. ഇവിടെ ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കൺഫ്യൂഷനും വയ്ക്കാതെ തന്നെ ഇവിടെ മലയാളത്തിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. രണ്ട് പറയുന്നത് എന്താ? വെൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ, ബാങ്കിൽ പൈസ അടച്ചപ്പോൾ എന്താണോ എഴുതിയത് അതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രിയാണ് വരിക അല്ലേ. ബാങ്കിൽ നിന്ന് ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, അപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു. ബിസിനസ്സിൻ്റെ ബാങ്കിലുള്ള പണം കുറയുന്നു, അപ്പോൾ ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അപ്പോൾ നേരെ റിവേഴ്സിൽ വരും. പണം ബാങ്കിൽ നിന്ന് ബിസിനസ്സിൻ്റെ ഓഫീസിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ബാങ്കിലുള്ള പണം കുറയുന്നു, അപ്പോൾ ബാങ്ക് എന്ന അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഘടകങ്ങളുണ്ട്, ഒന്ന് ക്യാഷ്, രണ്ട് ബാങ്ക് എന്നിവയാണ്. ഇവിടെ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേസമയം ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ബാങ്കിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്തെ, വെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്യുന്നത് ബാങ്കിനെയും ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിനെയുമാണ്. ഡെബിറ്റ് ചെയ്യുന്നത് ബാങ്കിനെ, ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിനെ. കാരണം നമ്മൾ ബാങ്കിലിട്ട പൈസയ്ക്ക് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരികയാണ് ചെയ്യുന്നത്, ബിസിനസ്സിന് ഇൻട്രസ്റ്റ് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ പണം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് പലിശ കയറുമ്പോൾ ബാങ്കിലെ നിലവിലുള്ള അക്കൗണ്ടിൽ പൈസ ഇൻക്രീസ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു. ഇനി ഇൻട്രസ്റ്റ്
വഴിയാണ് ഇത് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് റിസീവ് ചെയ്യണം. അപ്പോൾ അത് വരുമാനമാണ്, ബാങ്കിനൊരു വരുമാനമാണ്. അതുകൊണ്ട് റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ബാങ്കും 2 ഇൻട്രസ്റ്റും. ബിസിനസ്സിന് ബാങ്കിൽ നിക്ഷേപിച്ച തുകയ്ക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുമ്പോൾ ബിസിനസ്സിന് പലിശ കിട്ടുകയാണ്. അപ്പോൾ ബാങ്ക് എന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. അതേസമയം ഇൻട്രസ്റ്റ് ബിസിനസ്സിന് കിട്ടുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് ബിസിനസ്സിൻ്റെ ഇൻകം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൽ അസറ്റ് വർദ്ധിക്കുന്നു. ഇൻട്രസ്റ്റ് കയറുമ്പോൾ, പലിശ കയറുമ്പോൾ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിക്കുമ്പോൾ അസറ്റ് വർദ്ധിക്കുന്നു. ഇനി ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്, ഇത് വരുമാനമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് വരുമാനം എപ്പോഴും ക്രെഡിറ്റാണ്. വരുമാനം ബിസിനസ്സിന് കിട്ടുമ്പോൾ അതിനെ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ആ റൂൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടുത്തത് വെൻ ബാങ്ക് ചാർജ് പെയ്ഡ്. ബാങ്ക് ചാർജ് ചെയ്തു. നമ്മളിപ്പോൾ ചലാനൊക്കെ കെട്ടാൻ പോകുമ്പോൾ സാധാരണ കാണാറില്ലേ, ബാങ്ക് ചാർജ് എടുത്തു, ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് അവിടെ കാണാം. ബാങ്ക് അവരുടെ സർവീസിന് പൈസ എടുക്കുകയാണ്. ബാങ്ക് ചാർജ് പെയ്ഡ്, ബാങ്ക് ചാർജ് കൊടുത്തു. അപ്പോൾ എന്താണ്? ബാങ്ക് ചാർജ് അക്കൗണ്ട് അല്ലേ? അതായത് ഈ ബാങ്ക് ചാർജ് എടുത്തു പറയുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് വർദ്ധിച്ചു, ബാങ്കിൽ നമ്മുടെ ചിലവ് കൂടുകയാണ്. അപ്പോൾ എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. ബാങ്ക് ചാർജ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം ബാങ്ക് എന്ന് പറയുന്ന അസറ്റിൽ നിന്നാണ് ഈ ബാങ്ക് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ബാങ്കിലുള്ള നമ്മുടെ ക്യാഷ് കുറയുക ചെയ്യുക. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബാങ്ക് ചാർജിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ കാരണം ബാങ്ക് ചാർജ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഇനി ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ബാങ്ക് ചാർജ് അവർ പിടിക്കുന്നത്. അപ്പോൾ ബാങ്കിലെ അസറ്റ് കുറയുക ചെയ്യുക, അല്ലെ? പണം കുറയുന്നു. അപ്പോൾ ഇതിനെ ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ആണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ബാങ്ക് ചാർജും 2 ബാങ്ക്. ബാങ്ക് ചാർജ് ഉണ്ടാകുമ്പോൾ ബിസിനസ്സിൻ്റെ ബാങ്ക് ചാർജ് എന്ന എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അതുകൊണ്ട് ബാങ്ക് ചാർജിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് ചാർജ് ഉണ്ടാകുമ്പോൾ ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അതുകൊണ്ട് ബാങ്ക് എന്നതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് വെൻ എ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. വെൻ എ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. അപ്പോൾ അവിടെ എന്താണ്? ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട്, ക്രെഡിറ്റ് കസ്റ്റമർ അക്കൗണ്ട്. അങ്ങനെ അതങ്ങനെ വരാൻ കാരണം ഒരു ചെക്ക് ഒരു കസ്റ്റമർ ബിസിനസ്സിന് കൊണ്ടുവന്ന് തന്നു എന്ന് പറയുമ്പോൾ ചെക്ക് കിട്ടുന്ന സമയത്ത് ക്യാഷ് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കൂടി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടിയതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി കസ്റ്റമറാണ് ഇത് കൊണ്ടു തരുന്നത്, അല്ലേ? ബിസിനസ്സിൻ്റെ കസ്റ്റമർ അഥവാ ഡെപ്റ്റർ. ബിസിനസ്സിന് പണം തരാനുള്ള ആളാണല്ലോ ഡെപ്റ്റർ. ഇവരിത് കൊണ്ടു തരുമ്പോൾ എന്താണ് സംഭവിക്കുക? ബിസിനസ്സിൻ്റെ ഡെപ്റ്റർ എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അതുകൊണ്ട് കസ്റ്റമറെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ക്യാഷും 2 കസ്റ്റമറും എന്നിവയാണ്. കസ്റ്റമറിൽ നിന്നും ചെക്ക് കിട്ടിയാൽ ക്യാഷ് കിട്ടിയതായിട്ട് എന്ത് ചെയ്യണം? കരുതണം. ഇവിടെ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് കിട്ടിയതായി തന്നെ കരുതണം. അങ്ങനെ കരുതുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു. ചെക്കാണ് കിട്ടിയത്, പക്ഷേ ക്യാഷ് കിട്ടിയതായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കുന്നു. ആ സമയത്ത് ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇത് തരുന്നത് ആരാണ്? കസ്റ്റമറാണ് അഥവാ ഡെപ്റ്ററാണ്. ഇതേ സമയം ബിസിനസ്സിൻ്റെ കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്റർ എന്ന അസറ്റ് കുറയുകയാണ്. കാരണം അയാൾ നമുക്ക് ക്യാഷ് തന്നു. നേരത്തെ ക്യാഷ് തരാനുള്ളപ്പോൾ അയാൾ നമ്മുടെ അസറ്റാണ്. ഇപ്പോൾ ക്യാഷ് തന്നപ്പോൾ ആ അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. പണം നമുക്ക് കിട്ടുകയാണല്ലോ. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അതുകൊണ്ട് കസ്റ്റമർ എന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. അടുത്തത് വെൻ എ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. കസ്റ്റമറുടെ കയ്യിൽ നിന്നും കിട്ടിയ ചെക്ക് ബാങ്കിലേക്ക് കളക്ഷന് വേണ്ടി കൊടുത്തയക്കുന്നു എന്ന് പറയുമ്പോൾ കസ്റ്റമർ നമ്മുടെ കയ്യിൽ ചെക്ക് തന്നപ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ടാണ് കരുതിയത്, അല്ലേ? ക്യാഷായിട്ട് തന്നെ അതിനെ പരിഗണിച്ചു. ആ ചെക്ക് ബാങ്കിലേക്ക് പോകുമ്പോൾ ബാങ്കിൽ
നമ്മുടെ പൈസ ക്രെഡിറ്റ് ആവും. അപ്പോൾ അത് ബാങ്കിലെ അസറ്റ് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു അല്ലേ. ബാങ്കിൽ ക്യാഷ് കൂടുന്നു, അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതായി, ചെക്ക് പോകുമ്പോൾ നമ്മൾ ക്യാഷ് പോകുന്നത് പോലെ തന്നെയാണ് കണക്കാക്കുക. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതുപോലെ കണക്കാക്കി ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് കിട്ടിയപ്പോഴും അതിനെ അങ്ങനെ തന്നെയാണല്ലോ ക്യാഷ് ആയിട്ട് കണക്കാക്കി. അപ്പോൾ ബാങ്കിലേക്ക് പോകുമ്പോഴും അതിനെ ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഇവിടെ നോക്കിക്കോ, വെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ, ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം ചെക്ക് ബാങ്കിലേക്ക് പോകുന്നു, അപ്പോൾ ബാങ്കിലെ അസറ്റ് വർദ്ധിക്കുന്നു. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു, അതുകൊണ്ട് ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. ഇവിടെ 2 ഘടകങ്ങളുണ്ട്, ഒന്ന് ബാങ്ക്, 2 ക്യാഷ്. കസ്റ്റമറിൽ നിന്നും ബിസിനസ്സിന് കിട്ടിയ ചെക്ക് കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് നൽകുന്നു. ഇവിടെ ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ക്യാഷ് എന്നത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സാധാരണ നിങ്ങളുടെ പുസ്തകത്തിൽ ഇതിങ്ങനെ മലയാളത്തിൽ കാണൂല, നമ്മൾ കണ്ടില്ലേ, അതിനായിട്ട് വേണ്ടി നമ്മളത് തയ്യാറാക്കി വെച്ചൊരു പുസ്തകമാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടത് മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക, അപ്പോൾ തന്നെ കാര്യം ഏകദേശം പിടികിട്ടും. 7. വെൻ എ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക് ഫോർ കളക്ഷൻ ഈസ് റിട്ടേൺഡ് ആസ് ഡിസോണേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതവിടെ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിൽ നിന്നും കിട്ടിയ ചെക്ക് ബാങ്കിൽ കളക്ഷൻ നടത്തുവാൻ വേണ്ടി കൊടുത്തു, അപ്പോഴാണ് ചെക്ക് നൽകിയ ആളിൻ്റെ അക്കൗണ്ടിൽ പണമില്ല എന്ന് ബാങ്ക് അറിയിക്കുന്നത്. ചെക്ക് ഡിസോണർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ചെക്ക് കൊടുത്ത ആളുടെ അക്കൗണ്ടിൽ പണമില്ലാതാവുമ്പോഴാണ് ചെക്ക് മടങ്ങുന്നത്, അഥവാ ചെക്ക് ഡിസോണർ ആവുന്നത്. അപ്പോൾ ചെക്ക് ബാങ്കിൽ കൊടുത്തു, അപ്പോൾ ചെക്ക് ഡിസോണർ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ചെക്ക് ബാങ്കിൽ കളക്ഷൻ നടത്താൻ വേണ്ടി കൊടുത്തു, അപ്പോഴാണ് ചെക്ക് നൽകിയ ആളിൻ്റെ അക്കൗണ്ടിൽ പണമില്ല എന്ന് ബാങ്ക് അറിയിക്കുന്നത്. ഉടനെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം. ഉടനെ എന്ത് ചെയ്യണം, ബാങ്കിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടിൽ പൈസ ഇല്ലല്ലോ, ഉടനെ ബാങ്കിന് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. കാരണം നേരത്തെ കളക്ഷൻ നടത്താൻ വേണ്ടി അയക്കുമ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, കളക്ഷന് വേണ്ടി അയച്ചപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു, അപ്പോൾ അവിടെ പൈസ ഇല്ല, അവിടെ പൈസ കൂടിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പൈസ ഇല്ല എന്നറിയുമ്പോൾ ഉടനെ അത് കുറയ്ക്കണം, കാരണം പൈസ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടില്ലല്ലോ, പൈസ ഇവിടെ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉടനെ എന്ത് ചെയ്യണം, ഇതിനെ കുറയ്ക്കണം. അപ്പോൾ അത് കുറച്ച് ഇഫക്റ്റ് വരാൻ വേണ്ടി ഇവിടെ ഡെബിറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിനെ തൊട്ട് ജേർണൽ എൻട്രിയിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം നേരത്തെ കളക്ഷൻ നടത്താൻ വേണ്ടി അയക്കുമ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിരുന്നു, അത് ക്യാൻസൽ ചെയ്യുവാൻ ബാങ്കിനെ ഉടനെ ക്രെഡിറ്റ് ചെയ്യുക. പകരം ചെക്ക് തന്ന വ്യക്തിയെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. കാരണം ചെക്ക് തരുമ്പോൾ അയാളെ ക്രെഡിറ്റ് ചെയ്തിരുന്നു അല്ലേ, ഇപ്പോൾ അയാൾ വീണ്ടും പൈസ തരാനുള്ള ആളായി തന്നെ മാറുകയാണ്, ഡെപ്റ്ററായി മാറുകയാണ്. ചെക്ക് തന്നപ്പോൾ അയാളെ കണ്ടോ ക്രെഡിറ്റ് ചെയ്തത്, ചെക്ക് തന്നപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് പൈസ കിട്ടിയതായിട്ട് കണക്കാക്കി, ഒപ്പം അയാൾ ഡെപ്റ്റർ എന്ന് പറയുന്ന അയാളെന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞതായി നമ്മളിവിടെ കണക്കാക്കി. ചെക്ക് മടങ്ങി, കാരണം അയാളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല. ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡെബിറ്റ് ചെയ്തിരുന്നു അല്ലേ, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ഒപ്പം കസ്റ്റമറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം ഇവിടെ കസ്റ്റമറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇഫക്റ്റ് പോകാൻ വേണ്ടി കസ്റ്റമറിനെ നമ്മൾ ഡെബിറ്റും ചെയ്യണം. അടുത്തത്, വെൻ എ പേഴ്സൺ റെമിറ്റ് ക്യാഷ് ഡയറക്റ്റ്ലി ടു അവർ ബാങ്ക്, അതായത് ബിസിനസ്സിൻ്റെ കയ്യിൽ കൊണ്ടുതരാതെ കസ്റ്റമർ നേരിട്ട് ബാങ്കിലാണ് പണം അടച്ചതെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ബാങ്കിൽ ബിസിനസ്സിൻ്റെ അസറ്റ് വർദ്ധിക്കുന്നു, അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഒപ്പം കസ്റ്റമർ എന്ന് പറയുന്ന ബാധ്യത നമ്മുടെ അടുത്ത് കുറയുകയാണല്ലേ, ഡെപ്റ്റർ അസറ്റ് ഡെപ്റ്റർ, അതായത് കസ്റ്റമർ എന്ന് പറയുന്ന ആൾ ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ്, അയാൾ ബിസിനസ്സിന് പണം തരാനുള്ള ആളാണ്, അപ്പോൾ അയാളുടെ ബാധ്യതയും കുറയുന്നു. നോക്കിക്കോ, ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള വ്യക്തി ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് നിക്ഷേപിക്കുന്നു, അപ്പോൾ ബിസിനസ്സിന് വേണ്ടി ബാങ്കാണ് ക്യാഷ് റിസീവ് ചെയ്യുന്നത്. ഇവിടെ ബിസിനസ്സിൻ്റെ ബാങ്ക് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. അതേസമയം ബിസിനസ്സിന് ക്യാഷ് തന്നത് ബിസിനസ്സിൻ്റെ
ഡെപ്റ്ററായ കസ്റ്റമറാണ് അല്ലേ. ക്യാഷ് തന്നപ്പോൾ ഡെപ്റ്റർ എന്ന അസറ്റ് കുറയുന്നു, അതുകൊണ്ട് പേഴ്സൺ അഥവാ ഡെപ്റ്ററെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്തത് വെൻ എ ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ. ഒരു വ്യക്തിക്ക് ചെക്ക് കൊടുക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ചെക്ക് കൊടുക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? പേഴ്സൺസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ. അതായത് ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തിക്ക്, ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തി അയാൾ ക്രെഡിറ്ററാണ്. ചെക്ക് കൊടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പേഴ്സൺ ആ വ്യക്തിയോട് ബിസിനസ്സിനൊരു ബാധ്യത ഉണ്ടായിരുന്നു, ആ ബാധ്യത കുറയുമ്പോൾ നമ്മൾ ആ വ്യക്തിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ബാങ്കിലെ അസറ്റ് കുറയുന്നു, പണം ചെക്ക് കൊടുക്കുമ്പോൾ പൈസ പോയതായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിലെ അസറ്റ് കുറയുന്നത് കൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമ്മളൊരു വ്യക്തിക്ക് ചെക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ബാധ്യത നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം. ചെക്ക് കൊടുക്കുമ്പോൾ ആ ബാധ്യത കുറയുന്നു, അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും, അതുകൊണ്ടാണ് ചെക്ക് കൊടുത്തത്. അപ്പോൾ അയാളോടുള്ള ബാധ്യത കുറയുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ പേരിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ബാങ്കിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്, അപ്പോൾ നമ്മുടെ ബാങ്കിലെ അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. ഈ 9 ട്രാൻസാക്ഷൻസാണ് ക്യാഷുമായി ബന്ധപ്പെട്ട, ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്. ഇത് വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നോക്കുക. ഇത് നിങ്ങളുടെ അക്കൗണ്ടിങ്ങിൻ്റെ പുസ്തകത്തിലുണ്ടാവും. എല്ലാം കണ്ട് മനസ്സിലാക്കുക, ക്ലിയറായിട്ട് കാര്യം മനസ്സിലാക്കുക കേട്ടോ.